അവിലിന്റെ കൂടെ ആ മണിക്കൂട്ടം കൊണ്ടുവന്ന് കൊല പഴുത്ത പഴുത്തില്ല, അഞ്ചാറെണ്ണം പഴുത്ത് വന്നതൊക്കെ ചെറുത് കഴിച്ചു തീർത്തു. പിങ്കിയോ? ഓ മതി മതി, എനിക്ക് മതി. അമ്മൂസേ കൊഞ്ചന വന്ന ഉടനെ എനിക്ക് ഗ്രീൻ ടീ എടുത്തു തരൂ. എടുത്തു തരാലോ. അവര് എനിക്ക് വേണേ. ഞാൻ ചായ കുടിച്ചിട്ട് എടുത്താ അതെ ഗ്രീൻ ടീ മതി. അമ്മ അമ്മ, ഓ ചായയുടെ അമ്മ, കനത്തിൽ എന്തെങ്കിലും കഴിക്കാൻ എടുത്തോ. കനത്തില് 2 ചുടുകട്ട പുഴുങ്ങി തരട്ടാ. ഗ്രില്ല് ചെയ്ത് തരട്ടാ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വിശന്ന് വലഞ്ഞു കിടക്കുമ്പോ ഒരുമാതിരി കൂതറ കോമഡി അടിക്കരുത്. എന്തൊരു വീട് ഡേ, അവലുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചായ ഉണ്ട്, കഴിച്ചോ. അവിലാ? അമ്മ കാരണോട് എനിക്ക് അവൽ ഇഷ്ടമല്ലാന്ന്. എന്താ അവലിനൊരു കുഴപ്പം? ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേറെ ഉണ്ടാ? എനിക്ക് ഇഷ്ടമല്ല ഇതമ്മ. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ കണ്ണിച്ചോരല്ലേ അമ്മയ്ക്ക്? ഞാൻ ഇത്രയും വിശന്ന് വലഞ്ഞു വരുമ്പോ ഈ അവല് കുഴച്ച് വയ്ക്കേ. അയ്യടി, പിന്നെ നിനക്ക് മറ്റേ കട പലഹാരം കൊണ്ടുതന്നാ നിനക്ക് ഭയങ്കര സന്തോഷാവും അല്ലേ? നീ അവളെ നോക്ക്, അവൾ ആഹാരമൊക്കെ കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത്, ഡയറ്റ് കീപ്പ് ചെയ്യുന്നു. അവള് ബോഡി നല്ല വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ജിമ്മിലൊക്കെ പോകുന്ന അതാണ്. മനസ്സിലായോ? ഓ, അവള് ജിമ്മിൽ പോണത് ആരോഗ്യം പുഷ്ടിപ്പെടുത്താനാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ദൈവം തമ്പുരാൻ അറിയും. എന്താടി അങ്ങനെ പറഞ്ഞ്? ആ അമ്മ, ഇവളുണ്ടല്ലോ ഒന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സൗകര്യമില്ലായിരുന്നു. രവിയേട്ടാ, ഇവളുമാരെ കാര്യത്തിൽ നമ്മൾ ഇടപെടില്ല എന്ന് തീരുമാനം എടുത്തതല്ലേ, പിന്നെ എന്തിനായിരുന്നു ശബ്ദം ഉണ്ടാക്കുന്നത്? അടിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലോ എന്താ വെച്ചാൽ ആയിക്കോട്ടെ, നമുക്ക് മനസമാധാനത്തിൽ ഇരിക്കണമെങ്കിൽ ഇത് മൈൻഡ് ചെയ്യാൻ പാടില്ല. അമ്മ അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോ അടി കാര്യം? ഒരു കാര്യമില്ല, ചുമ്മാ പിന്നെ പറയാം. ഈ ഇടപെടൂല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടന്ന് വിളിക്കുന്നത്. പിന്നെ ഇതൊക്കെ കാണുമ്പോ എങ്ങനെ മണി എന്നാ പിന്നെ ബോളം ഉണ്ടാക്കിക്കൊണ്ടുവിടേക്കണം. നീ എന്തു അടി കാഴ അച്ഛൻ്റെ അമ്മയുടെ പറഞ്ഞേ? എന്ത് കുഴപ്പം നിനക്ക്? ഞാൻ ജിമ്മിൽ പോകുന്നതേ ആരോഗ്യം നോക്കാനാണ്, അല്ലാതെ കണ്ണി കണ്ടവന്മാരുടെ പഞ്ചാര അടിക്കാനോ കൊഞ്ചി കൊഴിയാനോ ഒന്നും അല്ല. എടി റിങ്കി, എനിക്ക് നന്നായിട്ട് അറിയാടി നീ എന്തിനാണ് ജിമ്മിൽ പോണെന്ന്. അവിടെയുള്ള ചേട്ടന്മാരെ വായി നോക്കാൻ തന്നെ. പിന്നെ നേരത്തെ ഒരു ചേട്ടൻ വന്നല്ലോ, എന്തോ അവന്റെ പേര്? ഇതാ കിച്ചുവാ. അവൻ വന്ന കാര്യം അച്ഛൻ, അമ്മ, മാമൻ എല്ലായിടത്തും വിളിച്ചു പറയോടി. ഞാൻ നീ പറയോടി പറയോടി നീ പറയോടി നീ പറയോടി നീ പറയോടി പറയോ പറയോ? തമാശക്കിലിറങ്ങി തമാശക്കില്ല നീ തമാശക്കില്ല എന്തെങ്കിലും നിന്റെ വായിന്ന് വല്ലതും വീണ അറിയാലോ എന്നെ. ഞാൻ എന്താ പറയാ അല്ലേ ഇത്? അത് പിന്നെ കുത്തി കേറ്റിഞ്ഞ് കേട്ടല്ലോ, കൊണ്ടല്ലോ ഇത്. അതെ, എന്റെ ചേച്ചി അത്ര ക്രൂരല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ചേച്ചി അങ്ങനെ ഒന്നും ചെയ്യൂല അല്ലേ? ക്രൂരയാണോ അല്ലയോ? എന്തെങ്കിലും നിന്റെ വായിന്ന് വീണ, തമാശക്കായിരുന്നാലും പറ്റിക്കാനായിരുന്നാലും ഈ കഴുത്തിനെ ഞാൻ കണ്ടിച്ച് തറയിൽ അരിഞ്ഞിടും. അയ്യോ, ഞാൻ ഒന്നും പറയൂല ചേച്ചി. ഞാൻ എന്ത് പറയാൻ? അങ്ങനെ നോക്കിയത് ചിരി 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 തമാശ. ദൈവമേ, അതങ്ങാനിപ്പോ കുത്തിക്കയറുന്നെങ്കിൽ ചത്തേറങ്ങ. വഴക്കൊക്കെ കഴിഞ്ഞോ? വഴക്കൊക്കെ കഴിഞ്ഞോന്ന്? അയ്യോ, എന്ത് വഴക്ക്? ഒന്നുമില്ല. ഇല്ല, ഒരു വഴക്കില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, ഞങ്ങള് ചുമ്മാ ഞങ്ങക്ക് തോന്നിയതായിരിക്കും അല്ലേ? രവിയേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വഴക്കൊന്നും ഇല്ല. അല്ലെങ്കിൽ തന്നെ ഇവര് വഴക്കുണ്ടാക്കുമ്പോ നമ്മൾ ഇടപെട്ടാലേ ഇത് കോളാവുള്ളൂ, ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്തോന്ന് കാര്യം? അത് പിന്നെ നമ്മൾ എന്തിനാ രഹസ്യം പറയണത്? ഉറക്കെ പറയടി. ഉറക്കെ പറയാൻ പറ്റൂല, അവള് കേക്കും. ആര്? റിങ്കി 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 ഉണ്ടല്ലോ. റിങ്കി റിങ്കി അത് റിങ്കിയില്ലേ, റിങ്കി നല്ല കുടുംബത്തിൽ പിറന്ന കൊച്ചാണെന്ന് ഞാൻ പറയായിരുന്നു. റിങ്കി പാവമാണ്, സുന്ദരിയാണ്. പിന്നെ അവൾ എന്നും ജിമ്മിൽ പോവൂലേ, കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്യാൻ ജിമ്മിൽ പോണത് ഉണ്ടല്ലോ, അവൾ ആരോഗ്യം ശ്രദ്ധിക്കാൻ മാത്രമാണ്. ഇപ്പോഴാണ് നിനക്കത് മനസ്സിലായത്? എനിക്ക് നേരത്തെ അറിയായിരുന്നു, പക്ഷെ കുറച്ചും മുമ്പാണ് കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലായത്. കണ്ടുപിടിച്ചൂടെ? അത് എന്നിട്ടാണ് ഞാനും കൂടെ ചീത്തായി പോകുന്നത്. അത് പിന്നെ കണ്ടു പഠിക്കാന്ന് പറയായിരുന്നു. കണ്ടുപിടിക്കാൻ ഞാൻ പോട്ടാ, ഇവിടെ നിന്നാ ശരിയാവില്ല. ശരി.
ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.